അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കൻ തോരനാണ്. തോരനല്ല, നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ച് മുളക് കുത്തി വറവിടുന്ന ആ ഒരു ഇതിൽ ഉണ്ടാക്കാം. കാരണം ഇടിച്ചക്കേൻ്റെ പാകം കഴിഞ്ഞിട്ടുണ്ട്. ഇടിച്ചക്ക ആണെങ്കിൽ നമുക്കത് തോരൻ പോലെ ആക്കാമായിരുന്നു. അപ്പോൾ ഇതിനെ നന്നാക്കിയെടുക്കണം. ചക്കേൻ്റെ പുറത്തുള്ള അതൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് പൊടിയായി കൊത്തി അരിയണം. ഇതാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. നന്നായി പൊടിയായി കൊത്തി അരിഞ്ഞ് ചക്ക നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്ക കുക്കറിലിട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം, അധികം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഉപ്പ് നന്നായി ഇളക്കി ചേർക്കണം ചക്കയിൽ. എന്നിട്ട് കുക്കർ മൂടണം. ഇതൊരു വിസിലിന് ഓഫാക്കിയിടാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വിസിൽ കളയാം. പിന്നെ വേണ്ട സാധനങ്ങൾ: മുളക് പൊടി, കടുക്, വെളുത്തുള്ളിയും ചെറിയുള്ളി ചതച്ചത്, കറിവേപ്പില, വെളിച്ചെണ്ണ. വറവിടാൻ ആവശ്യമുള്ളതാണ് അതൊക്കെ. ചക്ക വെന്തിട്ടുണ്ട്. ചക്ക നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരട്ടെ. അതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഒന്ന് നടുപൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും ഇതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. കുത്തിയ മുളകാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. 1.5-2 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. കാരണം ഇതിപ്പോൾ ഞാൻ അധികം എരിവിലല്ല ആക്കുന്നത്, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്തത്. ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. എരിവൊക്കെ എല്ലാ ഭാഗത്തും വരുന്ന പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അല്ലേ, എത്ര എളുപ്പത്തിൽ നമുക്കൊരു ചക്കപ്പേര് റെഡിയായി. ഞങ്ങളെ ചാനൽ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. താങ്ക് യു.